വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാധ്യതകൾ തേടുകയാണ് നമ്മൾ. ഒരു തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള സാധ്യതകൾ ഏറ്റവും കൂടുതൽ അറിയാൻ സാധിക്കുന്നത് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വിഭാഗമായ ആൾക്കാർക്കാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിൽ വന്നിരിക്കുന്നത് മർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്തിരുന്ന ശ്രീ ഹരികൃഷ്ണൻ സാറാണ്. സാറിനെ ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഞാൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ സാറിൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് വന്നിട്ട് ഒരു ലിസ്റ്റ് സാധ്യതകളാണ് തുറമുഖത്തെക്കുറിച്ചുള്ളത് അവിടെ പ്രസൻറ്റ് ചെയ്തത്. അതുതന്നെ വലിയൊരു അതായത് അതിൻ്റെ സാധ്യതകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു വലിയൊരു കാര്യമാണ് അന്ന് അദ്ദേഹം കാണിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ എൻ്റെ അറിവുകളും അനുഭവങ്ങളും നമ്മുടെ പോഡ്കാസ്റ്റിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കുന്നു. അപ്പോൾ സാറിനെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറിനെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഹരികൃഷ്ണൻ എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിലെ വൈക്കം സ്വദേശിയാണ്. ഞാൻ മർച്ചൻ്റ് നേവിയിൽ ജോയിൻ ചെയ്ത് 2010 ഈ ജോയിൻ ചെയ്യാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ മർച്ചൻ്റ് നേവിയിലായിരുന്നു. അപ്പം പണ്ട് മുതലൊരു ജോലി പെട്ടെന്ന് ജോലി കിട്ടുന്ന ആഗ്രഹം. ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ഈ ഫീൽഡിലോട്ട് ചൂസ് ചെയ്തു. അങ്ങനെ കിട്ടി. 2010 കയറി. ഞാനിപ്പം വിഴിഞ്ഞത്ത് നമുക്കറിയാവുന്ന MSc 2023 വരെ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞൊരു ഇപ്പോൾ ഓഫ് ഷോറിലോട്ട് മാറി. പിന്നെ ഈ അടുത്തിടയ്ക്ക് ഞാനും 2 പാർട്ട്നേഴ്സും ചേർന്ന് ആലിഫ് മറൈൻ സർവീസസ് എന്ന് പറയുന്ന കൊച്ചിയിൽ എടപ്പള്ളി ബേസ്ഡ് ആയിട്ടൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ക്രൂയിങ് മാൻ പവർ സപ്ലൈ ആണ് നമ്മുടെ ഫസ്റ്റ് ഫേസ്. അത് കഴിഞ്ഞ് നമ്മുടെ ടെക്നിക്കൽ മാനിങ്, സ്പെയർ പാർട്ട് സപ്ലൈ, ഇതാണ് നമ്മുടെ പ്ലാനിലുള്ളത്. ഇതാണ് എൻ്റെ ബേസിക് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോഴത്തെ ഉള്ളത്. പിന്നെ നമ്മളിപ്പോൾ വിഴിഞ്ഞ ഫോക്കസ്ഡ് ആയിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇപ്പം നമ്മൾ എൻക്വയറീസിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇപ്പോഴത്തെ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാധ്യതകളിലേക്ക് നോക്കുകയാണെങ്കിൽ എന്തെല്ലാം സാധ്യതകളാണ് സാറിൻ്റെ ഒരു അനുഭവ ഇത് വെച്ചിട്ട് പറയാൻ സാധിക്കുന്നത്? ഇപ്പം ഞാൻ ഇന്നിപ്പോൾ പ്രധാനമായും പറയാമെന്ന് വെച്ചാൽ 10 ലക്ഷം രൂപ താഴെ സാധാരണക്കാർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നൊരു കാര്യങ്ങളിൽ വലിയ കാര്യങ്ങൾ ഒരുപാട് ചെയ്യാൻ പറ്റും. അത് പക്ഷേ സാധാരണക്കാർക്ക് അത് പ്രാപ്യമാണെന്നില്ല. കാരണം അത് വലിയ ബഡ്ജറ്റ് ഉള്ളതാണ്. നമുക്കത് വിട്ടിട്ട് ചെറിയ ആൾക്കാർക്ക് എന്തെല്ലാം ചെയ്യാം, ഒരു 10 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റ് വെച്ചിട്ട് സാധാരണക്കാർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഒന്നാമതായി ഇപ്പം നേരത്തെ ജോൺ സാർ പറഞ്ഞ ഒരുപാട് ട്രക്കുകൾ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ അതിന് വേണ്ട സൗകര്യങ്ങൾ, ഇപ്പോൾ ടയർ ഷോപ്പ്, ടയർ വാഷിംഗ്, ട്രക്ക് വാഷിംഗ് ഫെസിലിറ്റി, പിന്നെ ഈവൻ ആ പറഞ്ഞ പോലെ ചായക്കട, അവർക്ക് വേണ്ട ഫെസിലിറ്റി. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പോയിട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവരുടെ ക്രൗഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന അവരുടെ ബിസിനസ് എക്കോണമി ക്രിയേറ്റീവാണ്. അപ്പം അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതൊരു 10 ലക്ഷം രൂപ താഴെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരിതാണ്. അതിന് ടയർ സർവീസ്, ചേഞ്ച്, ട്രക്ക് വാഷിങ്, അതിന് വേണ്ട ലൂബ് ഓയിൽ, അവർക്കൊന്നും വെളിയിൽ പോകാതെ ഇതൊക്കെ ഒരു സർവീസ് കയറി കഴിഞ്ഞാൽ 1-2 ദിവസം കഴിഞ്ഞ് കൊടുക്കേണ്ട കാര്യമല്ല. അപ്പം തന്നെ ചെയ്ത് അന്ന് തന്നെ തിരിച്ച് സർവീസ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഈ പോർട്ടിൽ ഈ ട്രക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ കിടപ്പുണ്ട്. പിന്നെ വരുന്നൊരു ക്യാൻറ്റീൻ, അത് പോർട്ടിൻ്റെ അടുത്ത് തന്നെയോ അല്ലെങ്കിൽ അകത്തോ പോസിബിൾ ആണെങ്കിൽ ക്യാൻറ്റീൻ എടുക്കാൻ വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. കാരണം അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് ഉള്ള ഫുഡ്, ഷിപ്പിൽ വരുന്നവർക്ക് നമ്മുടെ നാട്ടിൽ ഫുഡ് കഴിക്കാനുള്ള അവസരം, ക്യാൻറ്റീൻ, അത് ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈവൻ ഹെയർ സലൂൺ. ഇപ്പോൾ ഷിപ്പിൽ താമസിക്കുന്ന ക്രൂ അവരുടെ മുടി തന്നെ വെട്ടിക്കൊണ്ടിരിക്കുന്നത്, അവർ തന്നെ വെട്ടുന്നത്, ട്രിമ്മർ വെച്ചിട്ട്. ഒരു ഹെയർ സലൂൺ പോലെ ഫെസിലിറ്റീസ് പോർട്ടിനകത്ത് അറേഞ്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയി ഷിപ്പിൽ വെട്ടാനുള്ള അറേഞ്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ചാർജ് ചെയ്യാൻ പറ്റും. അതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഉള്ളത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, USB, പിന്നെ മൊബൈലുകൾ, ഇപ്പോഴത്തെ ഗാഡ്ജറ്റ്സ് നമുക്കറിയാം. നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ ഒത്തിരി മാർക്കറ്റുകളുണ്ട്. അവിടെ നിന്നൊക്കെ നല്ല പ്രൈസ് സാധനം എടുത്തിട്ട് ഷിപ്പിൽ കൊണ്ട് നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റും. അത് ഒരുപാട് വെളിരാജ്യങ്ങളിൽ, ചൈന, യൂറോപ്പിലൊക്കെ നടക്കുന്ന കാര്യമാണ്. ഹാർഡ് ഡിസ്കുകൾ, ബ്ലൂടൂത്ത് സ്പീക്കർക്ക് ഒരുപാട് വിറ്റ് പോകുന്നതാണ്. ഷിപ്പിലെ ക്രൂ അതെല്ലാം മേടിക്കും. അത് നിങ്ങൾക്കൊരു റീറ്റെയിൽ ഓപ്പർച്യൂണിറ്റി ആക്കാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അവർക്ക് ഫ്രീ ആയിട്ട് വൈഫൈ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി, ഹോട്ട്സ്പോട്ട് പ്രൊവൈഡ് ചെയ്യാം. അതിനൊക്കെ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് ചാർജ് ചെയ്താൽ, കാരണം ഷിപ്പിലുള്ള ഇൻ്റർനെറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ മോശമായതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സാധാരണക്കാർക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ വേറെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയാൻ ഗാർബേജ് ഷിപ്പിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ, അത് നിങ്ങൾ DG ഷിപ്പിംഗ് സൈറ്റ് വഴി രജിസ്റ്റർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഈസി ആയിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ വേസ്റ്റ് കളക്ഷൻ ഇപ്പോൾ ഓൾറെഡി വിഴിഞ്ഞത്തുണ്ട്. അത് ഇനിയും കോമ്പറ്റീഷൻ പ്രൈസ് ഇനിയും താഴും. അപ്പോൾ ഭാവിയിൽ MSc മാത്രമല്ല വേറെ കമ്പനികൾ വരുന്നുണ്ട്, ക്രൂയിസ് ടെർമിനൽ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഗാർബേജിൻ്റെ ഓപ്ഷൻസ് കൂടും. അപ്പോൾ ഈ ഗാർബേജ് എല്ലാം ഷിപ്പിൽ നിന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൊണ്ട് നിങ്ങൾക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അതിന് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല. സെക്കൻഡ് തിങ് പറയുന്നത് പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ ഷിപ്പിലോട്ട് ആവശ്യമുള്ള ഫുഡ്, വെള്ളം, ഇത് സപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിലും ഇത് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഈസി ആയിട്ട് സോഴ്സ് ചെയ്യാൻ പറ്റും. സോഴ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഷിപ്പിലോട്ട് നല്ല റേറ്റിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്.
അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ബിസിനസ്സുകളും 10 ലക്ഷം രൂപ താഴെ ചെയ്യാൻ പറ്റുന്ന. മറ്റൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വെൽഡിംഗ് വർക്ക്ഷോപ്പ്. ഇപ്പോൾ ഷിപ്പിലറിയാം എല്ലാം മെറ്റലിൻ്റെ ലോഹത്തിൻ്റെ വേൾഡാണ്. അപ്പോൾ ഡാമേജുകളും അതുപോലെ റിപ്പയറുകളും അത്യാവശ്യം എല്ലാം വരുന്നുണ്ട്. ഇപ്പം എല്ലാം വരുന്ന വെൽഡിംഗ് വർക്ക്ഷോപ്പുകളെല്ലാം കൊച്ചി എന്നുള്ള കമ്പനികൾ വന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പം നാട്ടിൽ നമ്മൾ അറിയാവുന്ന മിഗ് വെൽഡേഴ്സ്, ടിഗ് വെൽഡേഴ്സ് എല്ലാവരും ഉണ്ട്. അവരെല്ലാം വിളിച്ച് ചെറിയൊരു കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിലധികം വർക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി പറയാൻ എ സി മെക്കാനിക്സിന്, അത് റീഫർ കണ്ടെയ്നേഴ്സ്. അത് ഓൾറെഡി MSC പോലെ കണ്ടെയ്നർ അവരുടെ കമ്പനികൾക്ക് അവരുടെ ഇൻഹൗസ് ടീമുണ്ട്. എന്നാലും ഭാവിയിൽ മറ്റുള്ള കമ്പനികൾ വരുമ്പോൾ ഇപ്പോൾ ചെറുകിട കമ്പനികളൊക്കെ ഉണ്ട്, അവർക്ക് എല്ലാവർക്കും ഇൻഹൗസ് ടീമില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഈ റീഫർ റിപ്പയറിംഗ് കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ അതിനും വലിയ ചിലവില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ ഇതുപോലത്തെ ചെറിയ ചെറിയ അവസരങ്ങൾ മുതലാക്കണം ആണ് എൻ്റെ അഭിപ്രായം. അപ്പം ഇങ്ങനെ ഈ സാർ നേരത്തെ പറഞ്ഞ ഒരു സാധ്യതയ്ക്കകത്ത് പോർട്ടിനകത്തേക്കുള്ള സർവീസുകൾ കൊടുക്കണം എന്നുള്ള ഒരു സാധ്യത പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ അതിൽ കയറി അങ്ങനെയുള്ള സാധ്യതകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്? ഇപ്പോൾ വിഴിഞ്ഞത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഇപ്പോൾ എൻക്വയറി കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് അവർ തന്നെ നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. വേറെ എങ്ങും പോയി ഒരു തട്ടിപ്പിലും വിടേണ്ട ആവശ്യമില്ല. അവർ തന്നെ ഗൈഡൻസ് അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്, എങ്ങനെ പ്രൊസീജിയർ, ഫോർമാലിറ്റീസ്, എന്തൊക്കെ പേപ്പേഴ്സ് വേണം, അവർ തന്നെ പോർട്ടിൽ നിന്ന് അദാനിയുടെ ടീം നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നമ്മളെ ഗൈഡ് ചെയ്യും എന്താണ് എങ്ങനെ ഫോം സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള. പിന്നെ സാധാരണ ബിസിനസ് തുടങ്ങുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഇൻകോർപ്പറേഷൻ തുടങ്ങേണ്ട സർട്ടിഫിക്കറ്റ്സും GST അതെല്ലാം എടുക്കണം. പിന്നെ അല്ല പോർട്ടിലോട്ട് വേണ്ട സെപ്പറേറ്റുള്ള കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് ഇവിടെ തോന്നിയിട്ടില്ലേ. ഞങ്ങൾ 2-3 ഇവിടെ എൻക്വയറി നടത്തിയിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഇനി MSCയിൽ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തൊക്കെയായിരിക്കണം? ഇപ്പോൾ MSC വിഴിഞ്ഞം പോർട്ടിൽ ഒരു നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ നിക്ഷേപം എത്രത്തോളം നമുക്ക് നമ്മുടെ സാധ്യതകൾക്ക് ഗുണം ചെയ്യും എന്നുള്ളത് അതിനെക്കുറിച്ചൊന്ന്. MSC എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലോകത്തൊരു നമ്പർ 1 കമ്പനിയാണ്. അവരുടെ ഒരു ആസ്തി എന്ന് പറയുന്നത് കണക്കെട്ട ആസ്തിയുള്ള കമ്പനിയാണ്. അപ്പം അവരെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ അവർ ഒരു പോർട്ട് ഏറ്റെടുക്കുമ്പോൾ ഇത്ര വർഷത്തേക്കാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഏരിയ അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടീമുണ്ട്. അപ്പോൾ വിഴിഞ്ഞെ സംബന്ധിച്ച് അവർ വിഴിഞ്ഞും അതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളും ഡെവലപ്പ് ചെയ്യാനുള്ള അവർക്ക് ഇന്റേണലി തന്നെ ഒത്തിരി പ്രോജക്ട്സ് ഉണ്ട്. അപ്പോൾ അതുകൂടാതെ ഇവരുടെ ഇപ്പോൾ ഈ ടെർമിനലുകളെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ കണ്ടെയ്നറും വെയർ ഹൗസിങ്ങും എല്ലാം ഇനി ആവശ്യമായിട്ട് വരും. ഇപ്പോൾ MSC എന്ന് പറയുന്ന ഇപ്പോൾ വരുന്ന ഷിപ്പുകളായിരിക്കില്ല ഇനി വരുന്നത്. ഇപ്പോൾ ടെർമിനൽ ബാക്കിയുള്ള ഭാഗം കൂടെ കമൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇനി ഇതിലും വലിയ ഷിപ്പുകളും ഒത്തിരി കണ്ടെയ്നറെല്ലാം വരുമ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി പോർട്ടിനുണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടത്. ഇപ്പം ഈ പറഞ്ഞ പോലെയുള്ള വെയർ ഹൗസിംഗ് ഒന്നും ഇപ്പോൾ ആയിട്ടില്ല, റോഡ് ഫെസിലിറ്റീസ്. അപ്പോൾ അതുപോലെ ട്രാൻസ്ഷിപ്മെൻറ്റ് കാർഗോ അതൊഴിച്ച് നമ്മുടെ നാട്ടിൽ നിന്നുള്ള കാർഗോ പോയാൽ നമ്മുടെ നാട്ടിൽ കൃത്യമായ പ്രായം കിട്ടുള്ളൂ. അതിനാണ് ഇപ്പോൾ ഈ കോൺക്ലേവും എല്ലാം സാറെല്ലാം നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പോർട്ട് കാർഗോ പോയി കഴിയുമ്പോൾ വെളിയിലോട്ടുള്ള വികസനങ്ങൾ വരും. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ലക്ഷ്യമിടേണ്ടത് വിഴിഞ്ഞത്തിലുള്ള. ഇനി ഒരു ഷിപ്പിംഗ് മേഖലയിലേക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടി, ഇപ്പോൾ സാർ അവിടെ ജോലി ചെയ്ത ഒരാളാണ് MSC കമ്പനിയിൽ. അപ്പോൾ അങ്ങനെ ജോലി തേടുന്നവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ പഠിച്ചാൽ, ഇപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, പല കോഴ്സുകളെ പറ്റിയും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഷിപ്പിംഗ് മേഖലയിലേക്ക് വരുന്ന ജോലി നോക്കുന്നവർക്ക് എന്തൊക്കെ പഠിച്ചാൽ ജോലി കിട്ടും? ഒന്നാമത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇൻസ്റ്റാഗ്രാം കാണുന്ന ഒരുപാട് ആഡുകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും പോയി പെടാതെ ഇപ്പം ഏത് ഷിപ്പിംഗ് മേഖലയിൽ വരുന്നെങ്കിൽ ആദ്യം DG ഷിപ്പിങ്ങിൻ്റെ അംഗീകാരമുള്ള കോഴ്സാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അതിനിപ്പം നമ്മളെപ്പോലുള്ള കമ്പനി ഗൈഡ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഇപ്പം എക്സ്പേർട്ട് ആൾക്കാർ ഈ ഫീൽഡിലുണ്ട്, അവരെല്ലാവരും ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ഔട്ട്ലൈൻ ഇതിനകത്ത് ഞാൻ തരാം. അപ്പോൾ നമുക്ക് ഈ മർച്ചൻ്റ് നേവി കയറണമെങ്കിൽ ഒന്ന് 10th കഴിഞ്ഞവർക്ക് ക്രൂ ആയിട്ട് ജോയിൻ ചെയ്യാം. അതിനായിട്ട് GP റേറ്റിംഗ് എന്ന് പറഞ്ഞ കോഴ്സുണ്ട്. അത് DG ഷിപ്പിംഗ് അംഗീകൃതമാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടത്തുന്നത് കൊച്ചിയിൽ യൂറോടെക് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. പിന്നെ ബോംബെയിലും ചെന്നൈയിലുമാണ് ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട്. അതൊരു 6 മാസത്തെ കോഴ്സാണ്. അതിൻ്റെ ഫീസ് ഇപ്പോൾ എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡെക്കിലോട്ടോ എഞ്ചിനിലോട്ടോ അവർക്ക് ചൂസ് ചെയ്യാം. 6 മാസം കഴിഞ്ഞ് എക്സാം. പിന്നെ സേഫ്റ്റി കോഴ്സ് ഉണ്ട്, STCW കോഴ്സസ് എന്ന് പറയും. അത് കപ്പലിൽ നമുക്ക് അപകടങ്ങളുണ്ടായി എങ്ങനെ രക്ഷപ്പെടാം, തീപിടുത്തമുണ്ടായി എങ്ങനെ ഫൈറ്റ് ചെയ്യാം, പിന്നെ വെള്ളത്തിൽ പോയാൽ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കോഴ്സുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് CDC എന്ന് പറയുന്ന സാധനം കിട്ടും, കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. ഈ ഇതുണ്ടെങ്കിൽ നമുക്ക് ഏതൊരാൾക്കും ഷിപ്പിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു 10th കഴിഞ്ഞവർക്കുള്ള പാത്താണ്. ഇത് കൂടാതെ +2 കഴിഞ്ഞിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നിങ്ങൾക്ക് 60% അഗ്രിഗേറ്റ് മാർക്ക് ഉണ്ടെങ്കിൽ, പ്ലസ് ഇംഗ്ലീഷിന് 50% എബവ്, 50 or 55 ആണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ, എബവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് DNSO BSc നോട്ടിക്കൽ സയൻസോ കോഴ്സിന് പോകാം.
അതൊരു 1 ഇയർ കോഴ്സാണ്. DNS ആകുമ്പോൾ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്, അല്ലെങ്കിൽ BSc ആ 3 വർഷമാണ്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഈ സേഫ്റ്റി കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് CDC കിട്ടി നിങ്ങൾക്ക് പോകാം. പക്ഷേ അങ്ങനെ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, കഴിയാവുന്നതും കമ്പനികൾ സ്പോൺസർ ചെയ്ത കോഴ്സിന് പോകാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മളിപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്നിപ്പം പേപ്പറുകളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ ആഡ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജോലി കിട്ടും, നിങ്ങൾ ഈ കോഴ്സിന് ചേരും. അപ്പോൾ പേരൻസ് എല്ലാം പോയി അവിടെ പെട്ടിട്ട് എന്നോട് വിളിച്ചിട്ടുണ്ട്, ഇതുപോലെ ഞങ്ങളുടെ പോയി ചേർന്ന് ജോലിയില്ല എന്തെങ്കിലും ചെയ്ത് തരണമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വലിയൊരു MSc, MERSC, സിനർജി, ആംഗ്ലോ ഇവരൊക്കെ ഈ +2 റിസൾട്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്കും ആ പേപ്പറിൽ ആഡ് വരും, അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കമ്പനികൾ തന്നെ വിളിക്കും. അപ്പോൾ നമ്മൾ IMB എന്നൊരു എക്സാം ഉണ്ട്, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ +2 കഴിഞ്ഞ പിള്ളേർ അവർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കമ്പനിയുടെ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഗൈഡ് ചെയ്യും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നമ്മൾ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ ഇവർ തന്നെ നമുക്ക് കേഡർഷിപ്പായിട്ട് ട്രെയിനിങ് അപ്രൻറ്റീസ് ജോലി തരും. അവിടുന്ന് പടിപടിയായിട്ട് കയറി പോവാം. പിന്നെ അല്ലാതെയുള്ള പാത എന്ന് വെച്ചാൽ നമ്മൾ BTech മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ട്രെയിനിങ് മറൈൻ എഞ്ചിനീയറായിട്ട് കയറാം. അതും ഈ പറഞ്ഞ പോലെയുള്ള കോളേജുകളിൽ ഇപ്പം കോയമ്പത്തൂരുണ്ട്, കേരളത്തിലുണ്ടെന്ന് തോന്നുന്നു, കൊച്ചിയിൽ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു, പിന്നെ ബോംബെയിലും ചെന്നൈയിലാണുള്ളത്. അപ്പോൾ എഞ്ചിനീയറിംഗ് സൈഡിലോട്ട് പോകണമെങ്കിൽ ആ ഒരു വിങ്ങാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ സാധാരണ BTech പഠിച്ച, ഇപ്പോൾ മറൈൻ എഞ്ചിനീയറിംഗ് അല്ല, BTech പഠിച്ചവർക്കാണെങ്കിൽ 1 ഇയർ കോഴ്സ് ഉണ്ട്, GME എന്ന് പറയും, ഗ്രാജുവേറ്റ് ഇൻ മറൈൻ എഞ്ചിനീയറിംഗ്. ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇതിനോട്ട് കൺവേർട്ട് ചെയ്യാം. അത് 4 ഇയേഴ്സ് ഇങ്ങനെ BTech, അത് കഴിഞ്ഞ് GME കോഴ്സ്, ഇത് കഴിഞ്ഞിട്ട് ഇതിനോട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് ട്രെയിനിങ് മറൈനറായിട്ട് കയറാൻ പറ്റും. അവിടെ ഈ പറഞ്ഞ പോലെ സേഫ്റ്റി കോഴ്സ് എല്ലാം ചെയ്യണം, അതിനൊരു ബൈപ്പാസും ഇല്ല. പിന്നെ ഏത് കോഴ്സ് എടുത്താലും ആ കോളേജിൽ പോയാലും അതിൻ്റെ വെബ്സൈറ്റിൽ കയറി അവർക്ക് DG ഷിപ്പിങ്ങിൻ്റെ അംഗീകാരം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി 3-4 പേര് അന്വേഷിച്ചിട്ട് മാത്രമേ പോകാവുള്ളൂ. ക്യാമ്പസ് സെലക്ഷൻ ഉണ്ടെന്ന് എത്ര പേര് പറഞ്ഞാലും അതിൽ വിശ്വസിച്ച് പോകാതിരിക്കുക. കാരണം ക്യാമ്പസ് സെലക്ഷൻ കമ്പനി വന്നു കഴിയുമ്പോൾ അവർക്ക് വേണ്ട 2-3 പേരായിരിക്കും. കോളേജിൽ പഠിക്കുന്ന 100 പേരും 200 പേരും കാണും. അപ്പോൾ അതിനകത്ത് വെറും 1% പേർക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ സ്പോൺസറായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്, അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. MSCയിൽ വർക്ക് ചെയ്ത ഒരു ഇത് വെച്ചിട്ട് ഇപ്പം MSC ഒരു 13,000 കോടിയുടെ നിക്ഷേപം നമ്മുടെ തുറമുഖത്ത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ നിക്ഷേപം നമുക്ക് കേരളത്തിന് എങ്ങനെയായിരിക്കും ഗുണം ചെയ്യുക? ഇപ്പം 13,000 കോടി എന്ന് പറയുമ്പോൾ അത് ടെർമിനൽ വികസനം ഉണ്ടാവും. അപ്പം കൂടുതലായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ, ടാക്സ്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു 2034 മുതലാണ് ഫുൾ ബെനിഫിറ്റ് പോർട്ടിൻ്റെ കിട്ടുക. അപ്പോൾ ആ ഒരു ഫേസ് വരെ കമ്പനിയുടെയും കൂടെ ഉള്ളൊരു പ്രോഫിറ്റ് ഷെയറിംഗ് ആയി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു ഫേസ് കഴിയുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ഇതിൻ്റെ പ്രയോജനം കിട്ടുകയുള്ളൂ. അപ്പോൾ MSc യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇപ്പം ഞാൻ കണ്ടേക്കുന്ന എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് MSc ഒരു പോർട്ട് അവർ ഹോം പോർട്ടായിട്ട് അക്സെപ്റ്റ് കഴിഞ്ഞാൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അവർ ഹോം പോർട്ട് എന്നാണ് പറയപ്പെടുന്നത്. നടത്തി കഴിഞ്ഞാൽ അവരുടെ വെസൽസിന് പ്രയോറിറ്റി കൂടുതലായിരിക്കും. അപ്പം പ്രയോറിറ്റിച്ച് അവരുടെ വെസൽ ബെർത്തിങ് എല്ലാം അവർ ഇപ്പോൾ ഏത് സമയത്താണെങ്കിലും ഫസ്റ്റ് ബെർത്തിങ്ങും എല്ലാം അവരുടെ വെസൽസിനായിരിക്കും. അപ്പം അത് തികച്ച പ്രയോജനം എന്ന രീതിയിലോട്ട് പറയാറായിട്ടില്ല. അത് കാരണം ബാക്കിയുള്ള കമ്പനികൾ കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് കേരളത്തിന് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഈ സാർ പറഞ്ഞു ഷിപ്പിംഗ് മേഖലയിലേക്ക് പോകാൻ നിരവധി കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ സാധാരണ ഷിപ്പിംഗ് മേഖലയിൽ കോഴ്സുകൾ പഠിക്കാത്ത ഡിഗ്രി കോഴ്സുകളോ അങ്ങനെ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് അതിന് ഷിപ്പിംഗ് മേഖലയിൽ എന്തെങ്കിലും അവർക്ക് പറ്റിയ ജോലി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടാവും? ദൗർഭാഗ്യകരമായിട്ടില്ല. ഇപ്പോൾ അങ്ങനത്തെ ഒരു അത് ഗവൺമെൻറ് ഇപ്പോൾ അടച്ചു. കാരണം ഈ ഷിപ്പിംഗ് മേഖലയിൽ ഒരുപാട് പേര് ഇതുപോലെ കോഴ്സ് ഓരോരുത്തർ പറഞ്ഞ് പറ്റിച്ചും പൈസ നഷ്ടപ്പെട്ടും പിന്നെ ഈ ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് എടുത്തും കയറി. പക്ഷെ അവരൊക്കെ ഇപ്പം DG ഷിപ്പിംഗ് ആ കോഴ്സ് ഇഷ്യൂ ചെയ്തവരെയും ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തവരെയും ഇൻസ്റ്റിറ്റ്യൂട്ടിനെല്ലാം ഇപ്പം അടപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രോപ്പറായിട്ട് ഇവർ അംഗീകരിച്ച കോഴ്സ് ചെയ്തവർക്ക് മാത്രമാണ് ഇതിനകത്തുള്ള എൻട്രി ഉള്ളൂ. സാധാരണ നമുക്ക് അല്ലെങ്കിൽ ഏതൊരാൾക്കും ഈ GPA റേറ്റിംഗ് കോഴ്സ് 30-35 വയസ്സ് വരെ ചെയ്യാൻ പറ്റും. 30 തോന്നുന്നു എൻ്റെ ഏജിലും പറ്റും. അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എൻട്രി ചെയ്യാൻ പറ്റും. പിന്നെ സാറിപ്പോൾ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഓൾറെഡി ഷിപ്പിംഗ് മേഖലയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. ഈ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ബിസിനസ് അതേ മേഖലയിൽ തന്നെയാണ് തുടങ്ങിയേക്കുന്നത്. അപ്പം ആ സംരംഭത്തിനെ കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയാണ്? ഞങ്ങൾ തുടങ്ങിയ കമ്പനിയുടെ പേര് ആലിഫ് മറൈൻ സർവീസസ് ആണ്. എന്നെ കൂടാതെ ശരത്ത്, അജ്മൽ എന്ന് പറയുന്ന 2 പാർട്ട്നേഴ്സ് കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ദുബായ് ബേസ്ഡ് ഷിപ്പ് ഓണേഴ്സാണ്. അവർക്കുള്ളത് ഓയിൽ ടാങ്കേഴ്സാണ്. അപ്പോൾ അവർ ഈവൻ വിഴിഞ്ഞത്തെക്കുറിച്ച് ഭയങ്കര ഹോപ്പ്ഫുള്ളാണ് ഭാവിയിലോട്ട്. കാരണം ഈവൻ നമ്മുടെ വിഴിഞ്ഞത്തെ മാസ്റ്റർ പ്ലാൻ നോക്കി കഴിഞ്ഞാൽ ഈവൻ ഓയിൽ ടാങ്കർ ടെർമിനൽ കൂടെ നമുക്ക് വരുന്നുണ്ട്. അപ്പം ആ ഒരു ഫോക്കസ് കൂടെ കണ്ടാൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇപ്പോൾ ക്രൂ മാനിങ് ആണ്. ഞങ്ങളിപ്പോൾ DG ഷിപ്പിങ്ങിൻ്റെ ലൈസൻസിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിത്തിൻ ഒരു 1.5 മന്ത് ഞങ്ങൾക്ക് ലൈസൻസ് സ്റ്റാർട്ടാകും. അത് ഞങ്ങൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ.
അപ്പം ഇതിനകത്ത് ഞങ്ങളുടെ ഒരു മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഈവൻ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും ഒരുപാട് പേര് ജോലി കിട്ടാതെ നടപ്പുണ്ട്. അവർ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ പോയി 6-7 മാസം സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർക്ക് ജോലി കിട്ടുന്നത്. അതും ഏജൻറ്റുമാർക്ക് 5-6 ലക്ഷം രൂപയും കൊടുത്ത്. എൻ്റെ ഒരുപാട് അടുത്ത സുഹൃത്തുക്കൾ തന്നെ ഈ 5-6 ലക്ഷം കൊടുത്തിട്ട് അവിടെ പോയിട്ട് ചെറിയ ബോട്ടുകളിൽ, മത്സ്യബന്ധന ബോട്ടുകളിൽ പോയി പെട്ടുപോയവരുണ്ട്, ഇപ്പോഴും കിടക്കുന്നവരുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ടാർഗറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ 1 രൂപ പോലും പൈസ മേടിക്കാതെ ജെനുവിനായിട്ട് നമ്മുടെ ഈ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച കോഴ്സ് പഠിച്ചവരെ എങ്ങനെ കയറ്റാമെന്നാണ് ഞങ്ങളുടെ ഒരു ടാർഗറ്റ്. കാരണം ഈ ഫീൽഡിൽ നിൽക്കുന്ന ഞങ്ങൾക്കറിയാം. ഇപ്പം എനിക്കിപ്പോൾ ഒരുപാട് പേര് എൻ്റെ മൊബൈലിൽ CV അയക്കുന്നുണ്ട്. അവരെല്ലാം അതിൻ്റെ കൂടെ അയക്കണം, ഞാൻ 2 ലക്ഷം തരാം, 3 ലക്ഷം തരാം. ഞാൻ പറഞ്ഞു എനിക്ക് പൈസ വേണ്ട, നിങ്ങൾ CV അയച്ചിട്ടുള്ളൂ, എനിക്ക് പൈസ വേണ്ട. പക്ഷേ ഇപ്പോഴും ആ ഒരു പാറ്റേൺ ക്രിയേറ്റ് വെച്ചേക്കുവാണ് ബോംബെയിലുള്ള കമ്പനികൾ, ഏജൻറ്റുകളും. നല്ല നല്ല വേക്കൻസികളും വരുന്നതെല്ലാവരും ഈ പൈസയ്ക്ക് മറിക്കുവാണ് എല്ലാവരും. അപ്പോൾ അതിനൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കേരളത്തിൽ നല്ലൊരു കമ്പനി ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയാൻ വയ്യ. ഒരു 2013 നമ്മുടെ കഴക്കൂട്ടം ബേസ് ചെയ്ത കുറച്ച് ക്യാപ്റ്റന്മാർ, കഴക്കൂട്ടം സൈനിക് സ്കൂൾ പഠിച്ചവർ, അവർ നല്ലൊരു കമ്പനി തുടങ്ങിയാണ്, സിനർജി എന്ന് പറഞ്ഞിട്ട്, സിനർജി മറൈൻ. പക്ഷേ അവരുടെ ഓഫീസ് ചെന്നൈയിലാണ്. അതും ഇവിടുന്ന് ട്രിവാൻഡ്രത്തുനിന്നായിരുന്നു അവരുടെ ബേസ് മുഴുവൻ. പക്ഷേ ഇപ്പോൾ അത് ചെന്നൈയിലാണ് അവരുടെ ഓഫീസ്. നല്ലൊരു കമ്പനിയാണ്. അപ്പോൾ സാറിൻ്റെ ആ പറഞ്ഞ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ തൊഴിൽ തേടുന്നവർക്കോ എത്താൻ എങ്ങനെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്? ഇപ്പം നിങ്ങൾ ഷിപ്പിംഗ് കോഴ്സ് കഴിഞ്ഞവരാണെങ്കിൽ ഡയറക്റ്റ് ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ നമ്പറുണ്ട്, ഡയറക്റ്റ്ലി നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഷിപ്പിംഗ് മാഗസിൻസിൽ നമ്മൾ ആഡ് കൊടുക്കുന്നുണ്ട്. നമുക്ക് അലിഫ് മറൈൻ സർവീസസ് നല്ല ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി, കൊച്ചിയിൽ നമുക്ക് കാണിക്കും ഓഫീസ്. നേരിട്ട് വന്ന് എന്തായാലും ബന്ധപ്പെടാം. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വേക്കൻസി വരുന്നതനുസരിച്ച് നമ്മൾ പുഷ് ചെയ്യുന്നതായിരിക്കും ഓണേഴ്സിൻ്റെ അടുത്ത്. അതേപോലെ ഇപ്പം സാറ് ഷിപ്പിംഗ് മേഖലയിൽ വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ക്രൂയിസ് മേഖലയിൽ ക്രൂയിസ് ഷിപ്പുകളൊക്കെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തെത്തിയാൽ അതിൻ്റെ സാധ്യതകൾ, അതിലേക്ക് ആൾക്കാർക്ക് ആ സാധ്യതകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ അതിൻ്റെ ടൂറിസം സാധ്യതകൾ ജോൺ സാർ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിലൂടെ ഞാൻ കിടക്കുന്നില്ല, അത് അത്ര തന്നെ ഉള്ളൂ. അത് തിരുവനന്തപുരത്ത് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ വിത്തിൻ 1 അവർ, അത് വളരെ തോട്ട്ഫുള്ളായ കാര്യമാണ്. വിത്തിൻ 1 അവർ എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റുന്നത് വളരെ സത്യമായ കാര്യമാണ്. ഇവൻ കൊച്ചിയിലും അതില്ല, ട്രാഫിക് സിറ്റുവേഷൻ വെച്ച് നോക്കും. പക്ഷേ അതിൻ്റെ വേറൊരു ഭാഗം എന്ന് പറയുന്നത്, ഒരു ക്രൂയിസ് ഷിപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു മിനിമം എത്ര സ്റ്റാഫ് ഉണ്ടാവും എന്നറിയാവോ? 1500-2000 സ്റ്റാഫ് വരെ ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് എന്തുമാത്രം സാധനങ്ങൾ വേണം? ഫ്രഷ് വാട്ടർ, വെള്ളം വേണം. എത്ര ടൺ വെള്ളം വേണ്ടി വരും? ഞങ്ങൾ 23-24 പേരുടെ കപ്പലിൽ ഒരു മാസം ഒരു ഡെയിലി 10 ടൺ വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര 300-400 ടൺ വേണം. അങ്ങനെയാണെങ്കിൽ ഇത്രയും പേരും എത്ര ടൺ വേണം? അപ്പോൾ എന്തുമാത്രം ബിസിനസ് സാധ്യതയായിട്ടുള്ളത്. പ്രൊവിഷൻ, ഈ ആൾക്കാരുടെ പോട്ടെ, ഈ സ്റ്റാഫിന് കൊടുക്കാൻ പറ്റിയ പ്രൊവിഷൻ എന്തുമാത്രം വേണം? അതും അവർക്ക് ടോപ്പ് ക്വാളിറ്റി പ്രൊവിഷൻ വേണം. കാരണം ഒരു അസുഖമൊന്നും ഉണ്ടാകാൻ പാടില്ല. മെഡിക്കൽ, ടോപ്പ് നോച്ച് മെഡിക്കൽ ക്വാളിറ്റി ഫെസിലിറ്റി അതിനകത്ത് വേണം. പാസഞ്ചേഴ്സ് ഇത്ര ലക്ഷങ്ങൾ മുടക്കി വരുന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ട സർവീസസ്, ആംബുലൻസ്, മെഡിസിൻസ്, പിന്നെ ഹോസ്പിറ്റൽ എക്യുപ്മെൻറ്റ്സ്, ഐറ്റംസ്, അങ്ങനെ എല്ലാം പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ക്ലീനിങ് ഐറ്റംസ്, അതായത് ഈ ഹോസ്പിറ്റാലിറ്റി വലിയൊരു ഇതാണ് ക്രൂസ് ഷിപ്പിൽ, ഇംപ്രഷനാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എന്തുമാത്രം ഐറ്റംസ്. അപ്പോൾ ഇതെല്ലാം കമ്പനിയുടെ ലോക്കൽ സോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഷിപ്പ് ഇപ്പം സിംഗപ്പൂരിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്തു, കൊച്ചി വന്നു. അപ്പോൾ അതിൻ്റെ 7 ദിവസം ട്രാൻസിറ്റ് ടൈം ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് അവരുടെ സപ്ലൈസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് റീപ്ലനിഷ് ചെയ്യണം. അപ്പോൾ നല്ല റേറ്റ് തീരാൻ പറഞ്ഞാൽ ലക്ഷക്കണക്കിന്, നല്ല കോടിക്കണക്കിന് സാധനങ്ങൾ അവർ കയറ്റുവാണ് ഷിപ്പിലൂടെ പ്രൊവിഷൻ സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പം ക്രൂസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഇൻഡസ്ട്രീസ്, ഇപ്പം ഇതുപോലെ ഡെക്കറേഷൻ ഐറ്റംസ്, ഫ്ലവേഴ്സ്, ഇതെല്ലാം പാസഞ്ചേഴ്സിന് വേണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് കേരളത്തിൽ സപ്ലൈ ചെയ്യാൻ പറ്റും. ഫ്ലവേഴ്സ്, നമുക്ക് ഒരുപാട് ഗാർഡൻസ് നമ്മുടെ നാട്ടിലുണ്ട്, അവർക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് എല്ലാം വേണം. ഫുഡ് ഐറ്റംസ്, പല വെറൈറ്റീസ്. പിന്നെ ഈവൻ നമ്മുടെ നാട്ടിലെ കലാകാരന്മാർക്ക് ഒത്തിരി സ്കോപ്പുണ്ട്. ക്രൂസ് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നമുക്ക് 5 സ്റ്റാർ ഹോട്ടലുകളിൽ പോയി കഴിഞ്ഞാൽ അറിയാം, സായനങ്ങൾ, കഥകളി, പാട്ട്, നമ്മുടെ കേരളീയ കലാരൂപങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഈ സെയിം ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനുള്ള എല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ കമ്പനികൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അവരുടെയൊക്കെ വെബ്സൈറ്റിൽ ഇതിലും പറയുന്ന പോലെ നേരിട്ട് പോയി ചെയ്യാതെ ഇവരുടെയൊക്കെ വെബ്സൈറ്റിൽ വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സാധാരണക്കാർക്കും. ഈ ക്രൂയിസ് കപ്പലിൻ്റെ തന്നെ വെബ്സൈറ്റിൽ MSCയുടെ സൈറ്റുകൾ ഇപ്പോഴും വിളിക്കുന്നുണ്ട്. അപ്പോൾ സാറ് ഈ ജോലി സംബന്ധമായിട്ട് പല തുറമുഖത്ത് യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം തുറമുഖവും മറ്റുള്ള തുറമുഖങ്ങളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എങ്ങനെയാണ്, അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സീനിയർ കൊളീഗ് ക്യാപ്റ്റൻ നിർമ്മൽ സക്കറിയ ആണ് ഇവിടെ വിഴിഞ്ഞം പോർട്ടിലെ പൈലറ്റാണ്, പ്രധാന പൈലറ്റ്. അദ്ദേഹം എൻ്റെ കൂടുതൽ ഷിപ്പിൽ വർക്ക് ചെയ്ത ക്യാപ്റ്റനായിരുന്നു. പുള്ളി തിരുവല്ല സ്വദേശിയാണ്. പുള്ളിയുടെ കുറച്ച് അനുഭവങ്ങൾ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇപ്പം അല്ലാതെ പോകും, നമ്മൾ പോർട്ടുകളിൽ പോയി കഴിഞ്ഞാൽ, ഇന്ത്യൻ പോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം ബോംബെ, നവശിവ, അല്ലെങ്കിൽ കൊച്ചി,
പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഓഫ് ഓപ്പറേഷൻ വളരെ കുറവാണ്, താഴെയാണ്. കാരണം നമുക്ക് ചില കാര്യങ്ങളകത്ത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ കാര്യങ്ങൾ വളരെ താഴെ നിൽക്കുന്നതാണ്. പക്ഷേ അതേസമയം അദാനിയുടെ മുന്ദ്ര പോർട്ടാണ് ഞാൻ ആദ്യമായിട്ട് വേൾഡ് സ്റ്റാൻഡേർഡുള്ളൊരു പോർട്ട് കാണുന്നത്. ക്ലീൻ വാട്ടേഴ്സും ആ ഒരു ഓപ്പറേഷനും അതുപോലെ സ്റ്റാൻഡേർഡ് പ്രൊഫഷണലുമാണ്. അപ്പം അല്ലാത്ത കാര്യങ്ങൾ വളരെ നമുക്ക് ഇത് കൂടെ പറയാൻ പറ്റില്ല ചില കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അതിന് ആ ഒരു ക്വാളിറ്റി ഇവിടെ ഓൾറെഡി നമ്മൾ കാണുന്നുണ്ട് വിഴിഞ്ഞത്. ഞാൻ പേഴ്സണലി പോർട്ടിൽ ഷിപ്പിൽ വന്നിട്ടില്ല, പക്ഷേ എൻ്റെ സുഹൃത്തുക്കളും ഈ ക്യാപ്റ്റന്മാരും എല്ലാവരും വരുന്നുണ്ട് ഇവിടെ, MSc വർക്ക് ചെയ്യുന്നവരൊക്കെ. അപ്പോൾ എല്ലാം വരുന്ന വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡ് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇതാണ്. പിന്നെ ഫിസിക്കൽ ആസ്പെക്റ്റ് പറയുവാണെങ്കിൽ എപ്പോഴും നമ്മുടെ വെള്ളത്തിൻ്റെ ആഴം, അതായത് ഡ്രാഫ്റ്റ്, വിഴിഞ്ഞത് നാച്ചുറൽ ഡ്രാഫ്റ്റായിട്ട് 16 മീറ്റർ കൂടുതലുണ്ട്. നമ്മുടെ കൊച്ചിയെ കമ്പയർ ചെയ്യുവാണെങ്കിൽ കൊച്ചിക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡ്രഡ്ജിങ് ആവശ്യമാണ്, ഈ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കണം. പക്ഷേ വിഴിഞ്ഞത്ത് അതിൻ്റെ ആവശ്യമില്ല, നാച്ചുറൽ ആയിട്ടുള്ള ഡ്രാഫ്റ്റ്. അത് മദർഷിപ്പുകൾക്കും ഈവൻ ഭാവിയിൽ ഇപ്പം VLCC എന്ന് പറയും, വെരി ലാർജ് ക്രൂഡ് ഓയിൽ ടാങ്കേഴ്സ്, അല്ലെങ്കിൽ ULCC, അൾട്രാ ലാർജ് ക്രൂഡ് ഓയിൽ ടാങ്കർ, ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന കപ്പലുകൾ, അത് അവർക്ക് വരെ സുഖമായിട്ട് കൊച്ചി വിഴിഞ്ഞത്ത് അടുക്കാനുള്ള, ഈവൻ ടാങ്കർ ടെർമിൽ വന്നു കഴിഞ്ഞാൽ അടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. കൊച്ചി വന്നു കഴിഞ്ഞാൽ 16-12 നോട്ടിക്കൽ മൈൽ അപ്പുറം ആങ്കറിട്ടാണ് അവർ BPCLൻ്റെ ഒരു SPM ബോയ് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷേ വിഴിഞ്ഞത്താണെങ്കിൽ അവർക്ക് നേരിട്ട് വന്ന് ബർത്ത് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് നമ്മൾ വേണ്ടത് ഉപയോഗിച്ച് അത് വന്നു കഴിഞ്ഞാൽ അത് ടാങ്കർ ടെർമിലും ഇവിടെ തീർച്ചയായിട്ടും വരും, ക്രൂസിനോടൊപ്പം തന്നെ. അപ്പോൾ വിഴിഞ്ഞത്ത് ധാരാളം കപ്പലുകൾ ഇനി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരാൻ സാധ്യതയുമുണ്ട്, ഇനി ബർത്തിൻ്റെ നീളം കൂട്ടുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കപ്പലുകൾക്ക് ഇന്ധനം എത്തിക്കുന്ന ബങ്കറിങ്, അതിൻ്റെ സാധ്യതകൾ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം? ബങ്കറിങ് ഇപ്പോൾ ഈ കണ്ടെയ്നർ ഷിപ്പുകൾ ഉപയോഗിക്കുന്ന ലേറ്റസ്റ്റ് ഫ്യൂവൽ എന്ന് പറയുന്നത് ഡ്യുവൽ ഫ്യൂവൽ ടെക്നോളജിയാണ്. അതായത് ഇപ്പം നമ്മുടെ ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങളുണ്ടല്ലോ ഇവിടെ, ഇലക്ട്രിക്കും പെട്രോളും എന്ന് പറഞ്ഞ പോലെ ഷിപ്പുകളിലിപ്പം LNG ഫ്യൂവലായിട്ട് വരുന്നുണ്ട്. LNGയും നമ്മുടെ ഹെവി ഫ്യൂവൽ ഓയിലും കൂടെ മിക്സ് ചെയ്താണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്, രണ്ട് മാറിയാണ്. അപ്പം ഈ 2 ബങ്കറിങ് ഉണ്ട് ഇതിനകത്ത്, ഹെവി ഫ്യൂവൽ ബങ്കറിങ്ങും ഉണ്ട്, LNG ബങ്കറിങ് ഉണ്ട്. ഹെവി ഫ്യൂൽ ഉപയോഗിക്കുന്നത് കൊണ്ട് സൾഫർ കണ്ടൻറ്റ് എമിഷൻ കൂടുതലാണ്. അതിനെ കുറയ്ക്കുക എന്നുള്ള ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെ ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവർ LNGയിലോട്ട്, ആൾട്ടർനേറ്റ് ഫ്യൂവൽസിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഗ്രീൻ ഫ്യൂവൽസ് എന്ന് പറയും. ഇപ്പം മെത്തനോൾ ഉപയോഗിക്കുന്നുണ്ട്, LNG വരുന്നുണ്ട്, ഹൈഡ്രജൻ വരുന്നുണ്ട്, ഇലക്ട്രിക് പവർ ഷിപ്സ് വരുന്നുണ്ട്. അപ്പം ഇപ്പം നമ്മുടെ ഒരുപാട് ഷിപ്പുകൾ LNGയിലോട്ട് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ. അപ്പം നമുക്ക് LNG ബങ്കറിങ്ങിനുള്ള ഒരു വലിയ സാധ്യത വീഴും തുറമുഖത്തുണ്ട്. അപ്പം അതിന് മുമ്പായിട്ട് അതിന് സ്റ്റോറേജ് ഫെസിലിറ്റിയും അതിന് ഇത്ര സെക്യൂർ സ്ക്വയർ ഓഫ് ചെയ്യണം. കാരണം സേഫ്റ്റിയുടെ വലിയൊരു കൺസേൺ LNG ആണ്. അപ്പോൾ LNG ബങ്കർ ചെയ്യുമ്പോൾ അതിന് മാത്രമുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളും എല്ലാം എടുക്കണം. പിന്നെ ഹെവി ഫ്യൂൽ ബങ്കറിങ്. പക്ഷേ ഈ 2 ബിസിനസ് ഞാൻ ആദ്യം പറയാറുന്ന കാര്യം, ഇത് ഹെവി ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ബിസിനസ്സാണ്. സാധാരണക്കാരനെ കൊണ്ട് തുടങ്ങാൻ പറ്റിയ ഒരു കാര്യമല്ല. ഓൾറെഡി ഞാൻ വായിച്ചു, എനിക്കൊന്ന് ചെന്നൈ ബേസ്ഡ് ഒരു കമ്പനിയാണ് ഇതിൻ്റെ LNG ബങ്കറിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ. അവരുടെ തന്നെ മെത്തനോൾ ബങ്കറിങ് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഹെവി ഫ്യൂൽ ഓയിൽ ബങ്കറിങ്, അത് എനിക്കൊന്ന് കൊച്ചിനെ കണക്ട് വരുവാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ ഒത്തിരി സാധ്യതകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ പല ആൾക്കാരും വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അവർക്ക് ഈ സാധ്യതകൾ, ഇപ്പോൾ സാറ് പറഞ്ഞ കുറച്ച് സാധ്യതകൾ അവരിൽ ആർക്കെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ അത് ഇപ്പം ചെയ്യുന്നതാണോ നല്ലത്, അതോ ഇനി വെയിറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും ഇതുണ്ടോ? ഓഫ് കോഴ്സ് വെയിറ്റ് ചെയ്യുന്നത് നല്ലതല്ല, ഇപ്പം തന്നെ ചെയ്യുന്നതാണ് ഇത്രയും നല്ലത്. കാരണം നമ്മൾ ഡിലേ ആവും തോറും വേറൊരാൾ ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ചാൻസ് ഇല്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളെ കൊണ്ട് ആ രീതി ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡായി, നിങ്ങൾ ഇപ്പോൾ പോർട്ട് ഡെവലപ്പ് ആവുന്നതനുസരിച്ച് നമ്മളും ഡെവലപ്പായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ സാധാരണ പറയുമല്ലോ, ഫസ്റ്റ് ട്രേഡ് ചെയ്യുന്നവരാണ് ഓൾമോസ്റ്റ് ജാക്ക്പോട്ട് അടിക്കാൻ പോകുന്നത്. ആ ഒരു തോട്ട് പ്രോസസ് ഇവിടെ ആപ്ലിക്കബിളാണ്. ആദ്യം ജമ്പിൻ ചെയ്ത് ഈവൻ നമുക്ക് ഫെയിലായാൽ നമുക്ക് വിൽ ലേൺ ഫ്രം ദ മിസ്റ്റേക്സ്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. ആദ്യം ജമ്പ് ചെയ്ത് ഓപ്പർച്യൂണിറ്റി എടുക്കുന്നവർക്കാണ് എപ്പോഴും അവിടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ മുമ്പിലുള്ളത്. കാരണം അവർക്കാണ് വിഴിഞ്ഞത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്നത്. കാരണം ഇപ്പോൾ ഐഡിയ സ്റ്റേജാണ് തുടങ്ങാൻ പറ്റിയത്. നമുക്കറിയാം, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ഗവൺമെൻറ് ആണെങ്കിൽ LDF ഗവൺമെൻറ് ആണെങ്കിൽ ഇപ്പോൾ UDF ഗവൺമെൻറ് ആണെങ്കിലും ഇപ്പം മാരിടൈം പദ്ധതി വലിയൊരു ഇതാണ് കൊണ്ടുവന്നേക്കുന്നത്. പ്രൊപ്പോസൽ ബഡ്ജറ്റ് വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ ഉൾനാടൻ ജലഗതാഗതം, അതിപ്പോൾ വലിയ ഓപ്പർച്യൂണിറ്റി ഇന്നിപ്പം പേപ്പറിൽ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഈവൻ കോട്ടയത്ത് നിന്ന് പോലും കണക്ട് ചെയ്യാൻ പോവുകയാണ് വിഴിഞ്ഞത്തോട്. ബാർജ് ഓർഡർ കൊടുക്കുന്നു. അപ്പം ഇൻലാൻഡ് കണ്ടെയ്നർ ട്രേഡിങ്, അത് വേറൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ പറയാൻ മറന്നുപോയ കാര്യമാണ്. ഇൻലാൻഡ് കണ്ടെയ്നർ ട്രേഡിങ്, ചെറിയ ചെറിയ ബാർജുകളിൽ കൂടെ ഈ 10-20 കണ്ടെയ്നർ കൊണ്ടുവന്നിട്ട്
അത് വിഴിഞ്ഞം പോർട്ടിൽ കൊണ്ടുവരിക. അതായത് ഇപ്പോൾ എനിക്കിപ്പം ഇപ്പം ഞാൻ കാസർഗോഡാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കോട്ടയത്താണ്, എനിക്ക് അവിടുന്ന് കണ്ടെയ്നർ, എനിക്ക് വിഴിഞ്ഞത്ത് വരേണ്ട ആവശ്യമില്ല. എനിക്ക് ഈ സാധനം കോട്ടയത്ത് കൊണ്ട് കൊടുത്താൽ മതി. അവിടുന്ന് ഒരു കണ്ടെയ്നർ കയറ്റി, അല്ലെങ്കിൽ എൻ്റെ വീടിനടുത്തുള്ള ഗോഡൗണിൽ കണ്ടെയ്നർ കയറ്റി നേരെ ബാർജ് കയറ്റും. ബാർജിൽ നിന്ന് ബൈ വാട്ടർ വേ ഇവിടെ എത്തും. ഇത് യൂറോപ്പിലും നെതർലാൻഡ്സിൽ പോയി കഴിഞ്ഞാൽ ബാർജ് ലൈഫ് എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. കാരണം നമുക്ക് വലിയൊരു ബാർജിലൂടെ കാണാം. അവിടെ ഇൻലാൻഡ് വാട്ടർ വേ നമ്മൾ കണ്ടിട്ട് നമുക്ക് ഒരു അത്ഭുതപ്പെട്ടു പോകും. അതിനകത്ത് അവർ ഫാമിലിയായിട്ട് താമസിക്കുന്നത്, വിത്ത് ചെറിയ പാർക്ക്, കാർ പാർക്കിങ്, വിത്ത് ഫാമിലി എല്ലാം ആ ബാർജിനകത്ത് താമസിക്കുന്നവർ. ഇതുപോലെ ഒരു 500 ബാർജ് അവിടെ ഉള്ളത്. ഈവൻ MSCക്കും അവിടെ ബാർജുണ്ട് ഇതുപോലെ ഫാമിലിയായിട്ട് താമസിക്കുന്ന ക്യാപ്റ്റന്മാർ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് റോഡ്സാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യണം, പക്ഷേ ജലഗതാഗതം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതിനെ സംബന്ധിച്ച് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ക്ലിയറൻസുകൾ, കണ്ടെയ്നേഴ്സ്, അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഷിപ്പ് യാർഡ് വരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഷിപ്പ് യാർഡ് നമ്മുടെ തുറമുഖത്തിൻ്റെ അടുത്ത് തന്നെ വന്നാൽ, ഇപ്പോൾ ഗുജറാത്തിലൊക്കെ ഉള്ളതുപോലെ നമ്മുടെ തുറമുഖത്തിനടുത്ത് വന്നു കഴിഞ്ഞാലുള്ള സാധ്യതകൾ, ആ ഒരു നമ്മുടെ എക്കണോമി എത്രത്തോളം ബൂമാകും എന്നതിനെക്കുറിച്ച്. അതൊരു ഇമ്മെൻസ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇപ്പോൾ നമുക്ക് വെളിയിലത്തൊരു ഷിപ്പിന്, ഇപ്പോൾ ഷിപ്പ് നമുക്ക് സർവീസിന് ആവശ്യം, മെയിൻ്റനൻസ് 5 വർഷം മുമ്പ് ഡ്രൈ ഡോക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന കപ്പലുകൾക്ക്, ഇവിടുത്തെ കപ്പൽ ആവണമെന്നില്ല, വെളിയിൽ നിന്നുള്ള ഇപ്പോൾ ഇൻ്റർനാഷണൽ സീ റൂട്ടിലുള്ള കപ്പലുകൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു ഡ്രൈ ഡോക്കിംഗ് ഫെസിലിറ്റി അല്ലെങ്കിൽ റിപ്പയർ യാർഡ് ഫെസിലിറ്റി വന്നു കഴിഞ്ഞാൽ അവർക്ക് വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കൊച്ചിയിലൊന്ന് സ്റ്റാർട്ടായി കഴിഞ്ഞു. ഇപ്പോൾ കൊച്ചി ഒരുപാട് ഇപ്പോൾ ഓവർ ക്രൗഡാണ്. ഞങ്ങളുടെ ഒരു പ്രീവിയസ് കമ്പനി ഷിപ്പ് ഇവിടെ ഡ്രൈ ഡോക്ക് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് അടുത്ത 6 മാസത്തേക്ക് അവൈലബിലിറ്റി സ്ലോട്ടില്ല കൊച്ചിയിൽ, ഫുള്ളാണ്. അപ്പോൾ ഇന്ന് ഇമ്മെൻസ് സ്കോപ്പാണ് ഇവിടെ ഉള്ളത്. പിന്നെ അത് വന്നു കഴിഞ്ഞാൽ ഇപ്പം വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ അല്ലെങ്കിലും ട്രിവാൻഡ്രത്തിന് വലിയ ഡെവലപ്മെൻറ്റാണ്. പക്ഷേ ഈവൻ നമ്മുടെ കേരളത്തിന്, ഈവൻ വിഴിഞ്ഞം പോർട്ടിനേക്കാൾ മുമ്പിലും പോകും. കാരണം എന്ന് പറയാനായിട്ട് അതിനകത്ത് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരും. മെറ്റൽ കട്ടിങ് തൊട്ട് ഈവൻ സ്ക്രാപ്സ്, മെറ്റൽസ്, എക്കണോമിക് ഇമ്പാക്റ്റ് നോക്കണം. ഈ അലാങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നേരത്തെ ചോദിച്ചു, അലാങ് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയ സ്ക്രാപ്പ് യാർഡ്, അവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ പൊളിക്കുന്നവർ സേഫ്റ്റി മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് പൊളിച്ച്. അവർ എൻവയോൺമെൻ്റലി പൊല്യൂഷൻ, മലിനീകരണം ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കേരളത്തിൻ്റെ മാതൃകയെ കേരളം വൃത്തിക്ക് പ്രധാനമാണല്ലോ. അപ്പോൾ ആ ഒരു മാതൃകയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രയോജനം ഉണ്ടാകും. കാരണം ഷിപ്പുകളെ സംബന്ധിച്ച് ഒരുപാട് റിപ്പയർ, സർവീസുകൾ, കാര്യങ്ങൾ എല്ലാം ആവശ്യമാണ്. മെറ്റൽ കട്ടിങ്, സ്പെയർ പാർട്സ്, ഇതെല്ലാം അവിടെ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം വിഴിഞ്ഞത്തേക്കാൾ ഉപരി മുകളിൽ ഗ്രോത്തിൽ പോകാനുള്ള സാധനമാണ് ഇത്. ഒരുപാട് പേർക്ക് ജോലി ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പം ഡിസൈനിങ് ഫേംസ് ഉണ്ട്, ഷിപ്പിൻ്റെ ഡിസൈനിങ് ഫേംസ്, അവരെല്ലാവരും അവിടെ വരും. അത് വെളിയിൽ നിന്നുള്ള ക്ലയൻസ്, ഇൻ്റർനാഷണൽസ് ഉണ്ട്. ഈവൻ MSCക്ക് പോലും ഇൻഹൗസ് ടീംസ് ഉണ്ട് ഡിസൈൻ ചെയ്യാനുള്ള. ഇപ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഡിസൈനിങ് മേഖലയിൽ ഓൾറെഡി ഷിപ്പ് നേവൽ ആർക്കിടെക്ട്സ് പഠിച്ചവർ ഈ ഫീൽഡിലുണ്ട്. നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ ഷിപ്പ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഞാൻ പോയൊരു കപ്പലിൽ കണ്ട കാര്യമാണ്. ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പ്ലാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പം ഡിസൈൻഡ് ബൈ ഏതൊരു ഫേം ഫ്രം കൊച്ചിൻ. ഞാൻ ഞെട്ടിപ്പോയി. ഈ ഷിപ്പ് ഡിസൈൻ ചെയ്ത ടീം തന്നെ ഓൾറെഡി ഉണ്ട്. സ്പെയർ പാർട്സ്, ഇപ്പോൾ കപ്പൽ പൊളിക്കുമ്പോൾ അതിനകത്തുള്ള കുറേയധികം സാധനങ്ങൾ, ഇപ്പം ഞാൻ ഏതൊരു സന്തോഷ് ജോർജ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു, ഏതൊരു വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്. അതിനകത്തുള്ള സാധനങ്ങൾ പൊളിക്കുന്ന സമയത്ത് അത് എടുത്ത് വിൽക്കുന്ന ആൾക്കാരെക്കുറിച്ച് കണ്ടിട്ട്, അങ്ങനെയുള്ള സാധ്യതകളെക്കുറിച്ച്. തീർച്ചയായിട്ടും. ഇപ്പം പൂവാറ് എന്ത് യാർഡാണ് വരാൻ പോകുന്നത് എനിക്കറിയില്ല. മാനുഫാക്ചറിങ്ങോ റീസൈക്ലിംഗ് ആണോ, രണ്ടും ഉണ്ടെങ്കിൽ നന്നായിരിക്കും. റീസൈക്ലിംഗ് ഉണ്ടെങ്കിൽ ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് വരും. കാരണം ഷിപ്പിൽ ഉപയോഗിക്കുന്ന വുഡ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി മറൈൻ വുഡാണ്. അത് നമുക്ക് ഏത് കാലാവസ്ഥയും ലാസ്റ്റ് ചെയ്യുന്ന, എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അത് പോകത്തില്ല. അതിന് ഫിസിക്കൽ ഡാമേജ് വല്ലതും വന്ന് നഷ്ടപ്പെടുന്നല്ലാണ്ട് നമുക്ക് കാലാവസ്ഥ മൂലം അതിന് പോകത്തില്ല. അപ്പോൾ ആ വുഡിനൊക്കെ ഉള്ള ഇപ്പോഴത്തെ ഡിമാൻഡ് നമുക്ക് കസ്റ്റമൈസ് എടുത്തു കഴിഞ്ഞാൽ ഡിമാൻഡ് വളരെ കൂടുതലാണ്. പിന്നെ മെറ്റൽ പാർട്സ് അറിയാമല്ലോ, സ്റ്റീലിൻ്റെ ടൻ്റെ വില എനിക്കറിയില്ല മാർക്കറ്റിൽ എത്ര ഉണ്ട്, അതിന് ഓൾവേസ് ഇപ്പം ഡിമാൻഡുണ്ട്. പിന്നെ അല്ലാതെ ഷിപ്പിലെ ഇലക്ട്രോണിക്സ്, വയറിങ്സ്, പിന്നെ വരുന്ന പാനൽസ് ഉണ്ട്, ഫൈബർ പാനൽസ്, ഇതെല്ലാം ഫയർ പ്രൂഫാണ്. സാധാരണ മെറ്റീരിയൽ ഷിപ്പിലുള്ള ഏത് മെറ്റീരിയലും ഫയർ പ്രൂഫാണ്. ഈവൻ ഡോറ് പോലും A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് ഫയർ ഡോസാണ് വരുന്നത്. ഇത്ര നേരം ഫയറിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനുള്ളതിനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി കൂടില്ല. അപ്പോൾ അതിനെല്ലാം വേറെ ഉപയോഗിക്കാനാണെങ്കിലും നമുക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റി. ഈവൻ ഞാൻ പറയാം, ഞങ്ങളൊരു ഷിപ്പിന് ഞങ്ങൾ റഡാർ, നേരത്തെ പറഞ്ഞു റഡാർ വർക്ക് ചെയ്യാണ്ടായി. അപ്പോൾ ഞങ്ങൾ 14 വർഷം പഴയ റഡാറാണ് നമുക്ക് കമ്പനിയിൽ ഒരു കോട്ട് കിട്ടിയത്. അതിൻ്റെ വില ഞങ്ങൾക്ക് കോട്ട് കിട്ടിയത് 14 ലക്ഷം രൂപയാണ്. 14 വർഷം പഴയ റഡാറിന് ഞങ്ങൾ കണ്ണു തള്ളിപ്പോയി ഈ ഒരു കോട്ട് കണ്ടിട്ട്. അവസാനം അതാണ് മേടിച്ചിട്ടൊന്ന് ഫിറ്റ് ചെയ്തത്. വേറെ വഴിയില്ല, പുതിയ റഡാർ കിട്ടാനില്ലായിരുന്നു, അലാങ്ങിന്നു. അപ്പോൾ ആ ബിസിനസ് ചെയ്യുന്നവർ അങ്ങനെയും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ഷിപ്പ് യാർഡ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ടൂറിസത്തിൻ്റെ ഇതിനെ ബാധിക്കാൻ, മീൻസ് അതിൻ്റെ പൊല്യൂഷനോ അങ്ങനെ പൊളിക്കുന്നതിൻ്റെയോ അതിൻ്റെ പൊല്യൂഷൻ നമ്മുടെ കോവളം പോലുള്ള
ബീച്ചുകളെ അങ്ങനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? അത് ഞാൻ പറഞ്ഞു, നേരത്തെ നമ്മൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യില്ലെങ്കിൽ വളരെ നന്നായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് അലാങ്ങി പോയി കണ്ടു കഴിഞ്ഞാൽ അറിയാം. പോയിട്ടുണ്ടോ ആരെങ്കിലും അലാങ്ങി? ഇല്ലില്ല. ഞാൻ പോയിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ആ പരിസരം മൊത്തം വൃത്തികേടാക്കിയിട്ടേക്കുവാണ്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവരുത്. കറക്റ്റായിട്ട് അതിന് നിയമവശമായിട്ട് എല്ലാം പൊളിച്ച് അതിൻ്റെ വൃത്തിയായി ഒതുക്കി പോയി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാകും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് സ്ക്രാപ്പും വേസ്റ്റും വരുന്നൊരു ഇതാണ് മേഖലയാണ്. കേരളത്തിൽ ഷിപ്പിംഗ് കൾച്ചർ കൂടുതലും കൊച്ചി ബേസ് ചെയ്തിട്ടാണുള്ളത്. പക്ഷേ നമ്മൾ വിഴിഞ്ഞം പോർട്ടിനെ എപ്പോഴും ഒരു സിംഗപ്പൂർ മോഡലിലേക്ക് കേരളത്തെ എത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ പല ചർച്ചകളിലും കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു പോർട്ട് കൾച്ചർ എങ്ങനെയായിരിക്കണം കേരളത്തിലേക്ക്? ഇപ്പോൾ സിംഗപ്പൂർ മോഡലിൽ എങ്ങനെയായിരിക്കും കേരളത്തിനൊരു പോർട്ട് കൾച്ചർ വരേണ്ടത്? സിംഗപ്പൂരും കമ്പയർ ചെയ്യുമ്പോൾ സിംഗപ്പൂരിൻ്റെ ജോഗ്രഫി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചൈന എന്ന് വരുന്ന ഷിപ്സ്, ഈസ്റ്റിൽ നിന്ന് വരുന്ന ഷിപ്സ് സിംഗപ്പൂർ ട്രാൻസിറ്റാണ്, സ്ട്രേറ്റ് ഓഫ് സിംഗപ്പൂർ ട്രാൻസിറ്റാണ് നമ്മുടെ ഇന്ത്യൻ ഓഷനോട്ട് കയറുന്നത്, മലേഷ്യ എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ജോഗ്രഫി സിംഗപ്പൂരിന് വളരെ അഡ്വാൻറ്റേജാണ്. അപ്പോൾ നമുക്ക് ഇപ്പം ഇവിടെ അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മുടെ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിനടുത്താണ് വിഴിഞ്ഞം കിടക്കുന്നത്. ആ അഡ്വാൻറ്റേജ് മാത്രമേ. പക്ഷേ സിംഗപ്പൂരിന് അത്രയും ട്രാഫിക്ക് നമുക്ക് പ്രതീക്ഷിക്കാനുള്ള ഒരു സ്കോപ്പ് കേരളത്തിലില്ല. പക്ഷേ എന്നാലും സിംഗപ്പൂർ അവർ ചെയ്തു വെച്ചിരിക്കുന്ന കഴിഞ്ഞ ഡെവലപ്മെൻറ്റ് ഒരു സിംഗപ്പൂർ എന്ന് വെച്ചാൽ മെയിൻ ഒരു പോർട്ട് സിറ്റി തന്നെയാണ്. അതിൻ്റെ ഒരു പ്രദേശം പോർട്ട് സിറ്റി. പക്ഷേ അവരുടെ ഒരു ഡെവലപ്മെൻറ്റ് രീതി അവർക്ക് ടൂറിസം സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അവർ സിംഗപ്പൂർ സെൻറ്റോസ ഐലൻഡ് ഉണ്ട് ടൂറിസത്തിന് വേണ്ടി ഫേമസ് ചെയ്ത്. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഷിപ്പിങ്ങിൻ്റെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ആസ്പെക്റ്റാണ് അവിടെ. നമുക്ക് ഷിപ്പിങ്ങിൻ്റെ ഒന്നും കാണാതെ അവർ കെയർഫുള്ളി ഡെവലപ്പ് വെച്ചേക്കും. അപ്പം എന്നാൽ പോർട്ട് അവരുടെ മേജർ ഇൻകം ആണ്, പോർട്ടും ട്രേഡിങ്ങും. അപ്പോൾ അതുപോലെ നമുക്ക് കേരളത്തിൽ ഡെവലപ്പ് കൊണ്ടുവരാൻ പറ്റും. നമുക്കിവിടെ ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കേരളത്തിൽ എന്തുമാത്രം കോസ്റ്റ് ലൈൻ ഉണ്ട്, ലെങ്ത്ത് മോർ ദാൻ 500 കിലോമീറ്റർ കോസ്റ്റ് ലൈൻ ഉണ്ട്. അപ്പോൾ ഒരു വിഴിഞ്ഞം ഡെവലപ്പ് വന്നു കഴിഞ്ഞാൽ സിംഗപ്പൂർ പോലെ ആകാൻ പറ്റും. ബട്ട് പ്രൊവൈഡ് നമ്മുടെ ആൾക്കാർ അതുപോലെ കാർഗോ ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും. ഇപ്പോൾ നിറയെ ഷിപ്പുകൾ നമ്മുടെ തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കൊച്ചിയിൽ MSC എൽസ 3 കപ്പൽ പൊങ്ങിയ സമയത്ത് അതൊരു നിയമപ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി നിയമങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള നിയമ സാധ്യതകൾ അത് പഠിക്കുന്നത് കൊണ്ടെന്തെങ്കിലും അത്തരം ആൾക്കാർക്ക് പറ്റിയ സാധ്യതകൾ അതിനെക്കുറിച്ച്? MSC എൽസ 3 ഇൻസിഡൻറ്റ് കഴിഞ്ഞ പിന്നെ എന്നോട് തന്നെ കുറേ പേര് ഇതിനെക്കുറിച്ച് എൻക്വയറി നടത്തിയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് അവർ തന്നെ ലോയിൽ മാരിടൈം ലോയിൽ സ്പെഷ്യലൈസ് ചെയ്യുമായിരുന്നു. ഇത്രയും നാളായിട്ട് കാണാത്തൊരു ട്രെൻഡ്, അത് വളരെ റിലവൻറ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ ചോദിച്ചത്. കാണാത്തൊരു ട്രെൻഡ് ഇപ്പോൾ നമ്മൾ കാണും. ഒരുപാട് ഈ ലോയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നവർ പ്ലസ് ഇൻഷുറൻസ്, മാരിടൈം ഇൻഷുറൻസിലോട്ടും ഇവരിപ്പോൾ സ്പെഷ്യലൈസ് ചെയ്ത് തുടങ്ങി. ഓൾറെഡി നമ്മുടെ യൂത്ത് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്. കാരണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സബ്ജക്റ്റാണ് ഈ മാരിടൈം ലോ എന്ന് പറയുന്നത്. കാരണം വളരെ വലിയ എമൗണ്ട് ഇൻവോൾവ് ആകുന്ന ഒരു ഇതാണ്. കാരണം ഒരു ഷിപ്പിംഗ് കമ്പനി സംബന്ധിച്ചോളം അവർക്കിപ്പോൾ ഒരു ഷിപ്പ് നഷ്ടപ്പെടുമ്പോൾ അവർ ഇൻഷുറൻസ് ക്ലെയിം വരുന്ന വലിയ എമൗണ്ടാണ്, പ്ലസ് ഗവൺമെൻറ്റിന് സെറ്റിൽ ചെയ്യുന്നതും. അപ്പോൾ ഇതെല്ലാം നെഗോഷിയേറ്റ് ചെയ്യാൻ MSC പോലെ കമ്പനിക്ക് അവർക്ക് ടൈമില്ല. അപ്പോൾ അവർ ഒരു ഡെലിഗേറ്റ് ലോയറിനെ ഏൽപ്പിക്കും. ആ ലോയറാണ് എല്ലാം ഗവൺമെൻറ്റുമായി ഡിസ്കഷൻസും ക്ലെയിംസും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ ഓപ്പർച്യൂണിറ്റീസ് അതിന് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ ഇൻഷുറൻസ് ഉണ്ടാവും, അത് ഉറപ്പാണ്. കാരണം ഇൻ ട്രാഫിക്കിൽ കൂടും, മെറൈൻ ട്രാഫിക്സ് കൂടും. ഇപ്പോൾ തന്നെ അറിയാം, വിഴിഞ്ഞം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാകുന്നുണ്ട്. കാരണം അത് നാച്ചുറലാണ്. ഇപ്പോൾ ഈ കസ്റ്റം ഹൗസ് ഏജൻറ്റ് എന്നൊരു ഭാഗമുണ്ടല്ലോ, അവരുടെ അതിലേക്കൊക്കെ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികളൊക്കെ എന്തൊക്കെയായിരിക്കണം അതിൽ ഫോക്കസ് ചെയ്യേണ്ടി വരിക? അതിന് കസ്റ്റം ബ്രോക്കർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് അറിയാൻ വേണ്ടി ഒരു എക്സാം ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു LLM കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ്. അല്ല, ഇവനെല്ലാം കഴിയണ്ട. നമുക്ക് +2 കഴിഞ്ഞാൽ പോലും കസ്റ്റം ബ്രോക്കിംഗ് വേറെ, ഇത് ലോയുടെ വേറെ. എല്ലാം കഴിഞ്ഞവർക്ക് മാരിടൈം ലോ എടുത്ത് പോവാം. നിങ്ങൾക്ക് കസ്റ്റം ബ്രോക്കർ എന്ന് വെച്ചാൽ നമുക്ക് കണ്ടെയ്നേഴ്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി കസ്റ്റം ഏജൻറ്റ്. ഇപ്പം ഞാനിപ്പോൾ എനിക്ക് ദുബായിലോട്ട് കണ്ടെയ്നർ അയക്കണം. അപ്പോൾ അതിനകത്ത് എനിക്ക് കസ്റ്റം ബ്രോക്കറിനെ അപ്രോച്ച് ചെയ്താൽ എല്ലാ ഫോർമാലിറ്റീസും പുള്ളി നോക്കിക്കോളും. എല്ലാ ഡോക്യുമെൻറ്റേഷനും നോക്കി കണ്ട് വെയിങ് കഴിഞ്ഞ് പോർട്ടിലെത്തിക്കും പുള്ളി. അതാ പുള്ളി ഡ്യൂട്ടി. അത് ഹൈലി പെയ്ഡ് ജോബാണ്, ഹൈലി പെയ്ഡ് ആണ്. അത് ഏതൊരു ക്വാളിഫിക്കേഷൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഗ്രാജുവേഷൻ ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ ഒരു കസ്റ്റം ബ്രോക്കിംഗ് എക്സാം ഉണ്ട്. ഗൂഗിളിൽ ഗേറ്റ് ബൈ ഗേറ്റ് സ്റ്റെപ്പ് കിടപ്പുണ്ട്. സർട്ടിഫിക്കറ്റ് ടൈപ്പ് HO സർട്ടിഫിക്കറ്റ് ഒപ്റ്റെയിൻ ചെയ്താൽ മതി. ആർക്കും കസ്റ്റം ബ്രോക്കർ ആവും. പക്ഷേ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സാധാരണക്കാർക്ക്. ഇപ്പോൾ ഇവിടെ നമുക്ക് മാരിടൈം ലോയെക്കുറിച്ച് സാർ പറഞ്ഞു. അതേപോലെ തന്നെ ഒരു മേഖലയാണ് മാരിടൈം ജേർണലിസം എന്ന് പറയുന്നത്. അതിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ടാവും? നമ്മുടെ പോർട്ടിനോടൊപ്പം ആ ഒരു മേഖലയും കൂടിയുള്ള വളർച്ച എങ്ങനെയായിരിക്കും? മാരിടൈം ജേർണലിസം ഓക്കെ,
എന്ന് പറയുമ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഓൾറെഡി പോർട്ടിന് തന്നെ ഇപ്പോൾ അവരുടെ വിങ് ഉണ്ട് ജേർണലിസ്റ്റ് തന്നെ. അപ്പോൾ അവർ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഓൾറെഡി അതിനകത്ത് തന്നെ. അപ്പം തീർച്ചയായിട്ടും അതിനകത്ത് ഓപ്പർച്യൂണിറ്റീസ് ഇനിയും വരും. കാരണം ഇപ്പോൾ ക്രൂസ് ഷിപ്പ് വരുന്നുണ്ട്, ഓഫ് ഷോർ ടെർമിനൽ കൊല്ലത്ത് പ്ലാനിങ് ഉണ്ട്, ഇപ്പോൾ കൊച്ചിയിലാണ് എനിക്ക് കൊല്ലത്തെ പ്ലാനിങ് ഉണ്ട്. അപ്പം മാരിടൈം ജേർണലിസ്റ്റ് എന്ന് പറയുമ്പം ഒരുപാട് കാരണം പോർട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ന്യൂസ് എല്ലാം നമുക്ക് ഇനിയും ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഉള്ള കാര്യം ഇപ്പോൾ MSC ഒരു ഇൻഹൗസ് കമ്പനിക്ക് അവരുടെ തന്നെ ജേർണലിസ്റ്റ് വിങ് ഉണ്ട്. ഇപ്പോൾ വലിയ വലിയ കമ്പനിയൊക്കെ എല്ലാം ഉണ്ട്, MSC മാത്രമല്ല, മേഴ്സ്കിനുണ്ട്, സിനർജിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആ ഒരു വിങ് ആണ് ബാക്കി കാര്യങ്ങൾ വേറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വേറെ വെളിയിൽ നിന്ന് ഒരാൾക്ക് ചെന്ന് ജസ്റ്റ് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കമ്പനികൾ ഹയർ ചെയ്യും, അവരുടെ നല്ല ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ അവരാണ് മീഡിയയ്ക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും എല്ലാം കൊടുക്കുന്നത്, മീഡിയ കമ്മ്യൂണിക്കേഷനും എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന അവരുടെ ഇൻഹൗസ് ടീം തന്നെ വരും. എല്ലാ മേജർ കമ്പനീസിനും മീഡിയ വിങ്ങും ജേർണലിസ്റ്റ് വിങ്ങും ഉണ്ടാവും. അപ്പോൾ അത്തരം കോഴ്സുകൾ എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ സാധ്യത ജേർണലിസം പഠിച്ചവരെ പ്രിഫർ ചെയ്യുന്നവർ, കാരണം ആർട്ടിക്കിൾ ക്യൂറേറ്റ് ചെയ്യാനും അവരുടെ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാനും ഉള്ളതെല്ലാം തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ മിഷൻ സമുദ്രൻ, പിന്നെ അതേപോലെ കേന്ദ്ര സർക്കാരിൻ്റെ സാഗർമാല, ഇങ്ങനെയുള്ള പദ്ധതികൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയായിരിക്കും സാധ്യതകൾ വരുന്നത്? ഇപ്പം നമ്മുടെ ഈ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്ത മിഷൻ സമുദ്ര, അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ഔട്ട്ലൈൻ വരുന്നേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ജസ്റ്റ് ബഡ്ജറ്റ് അലോക്കേഷൻ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ മൊത്തം കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കേരളത്തെ മാരിടൈം ഹബ്ബാക്കുമെന്നാണല്ലോ നമ്മുടെ ചീഫ് മിനിസ്റ്റർ സാറിൻ്റെ ഒരു പ്രഖ്യാപനം. എന്തായാലും വരട്ടെ, വളരെ നല്ല കാര്യമാണ്. പിന്നെ സാഗർമാല അതിൻ്റെ ഓൾറെഡി ഇംപ്ലിമെൻറ്റേഷൻ ഫേസിലാണ്. ഇപ്പം നമ്മുടെ കേരള ബേസിൽ തന്നെ ഓൾമോസ്റ്റ് 3-4 VTS വെസൽ ട്രാഫിക് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് കഴിഞ്ഞു. കൊച്ചി തൊട്ട് മാംഗ്ലൂർ തൊട്ട് എനിക്ക് തോന്നുന്നു കന്യാകുമാരി വരെ VTS സെൻറ്റേഴ്സ്, ട്രാഫിക് മോണിറ്റർ ചെയ്യാൻ, വെതർ മോണിറ്റർ ചെയ്യാൻ, ഷിപ്പുകൾ ഗൈഡൻസ് കൊടുക്കാൻ ഓൾറെഡി അവർ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിനകത്ത് കുറേ പേർക്ക് ജോലിയും കൊടുത്തു കഴിഞ്ഞു. അതായത് നമ്മുടെ ഈ ഹാം റേഡിയോ ഒന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെ ലൈസൻസ് നമുക്ക് WPC വയർലെസ് പ്ലാനിംഗ് കമ്മീഷൻ എടുക്കാൻ പറ്റും ചെന്നൈയിൽ നിന്ന്. അങ്ങനെ എടുത്തവർക്ക് അവിടെ ജോലിയും കിട്ടും. ഹാം റേഡിയോ അല്ല, വേറെ GMDSS കോഴ്സ്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്കും ആ ലൈസൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജോലി കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണത്. അതിന് എന്ത് കോഴ്സാണ് പഠിക്കേണ്ടത്? അതിന് GMDSS എന്ന കോഴ്സ് ഉണ്ട്. പക്ഷെ അത് ഷിപ്പിൽ സെയിൽ ചെയ്തവർക്കാണ്. ഇപ്പം അല്ലാത്തൊരു ഓപ്ഷൻ കൂടെ വരുന്നുണ്ട്. WPCയുടെ ലൈസൻസ്, റേഡിയോ ലൈസൻസ് എടുക്കാൻ പറ്റിയ ഓപ്ഷൻ ഒക്കെ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ മതി. WPC റേഡിയോ ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് അടുത്തവർക്ക് VTS സെൻറ്റേഴ്സിൽ സാഗർമാല സ്കീമിൽ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ചെറിയ കോഴ്സുകളൊക്കെ ഉണ്ട്, കാര്യങ്ങളും എല്ലാം ഗൂഗിളിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, വെൽ ഇൻഫോംഡ് ആയിട്ടുണ്ട്. പിന്നെ അപ്പം ആ ഒരു സെക്ടറും അത് മാത്രമല്ല, ജോലി മാത്രമല്ല, അപ്പോൾ മാരിടൈം ഫുൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിലോട്ട് എത്തിക്കാനുള്ള ഒരു പ്ലാനിലാണ്. സ്റ്റാൻഡേർഡ് വെതർ മോണിറ്ററിങ് ഉണ്ടാവും അതിനകത്ത്, ഷിപ്പിന് ട്രാഫിക് മോണിറ്ററിങ്, വെസൽ ട്രാഫിക് മോണിറ്ററിങ് നമ്മുടെ വിഴിഞ്ഞത്തും ഉണ്ട്. വിഴിഞ്ഞത്ത് ഓൾറെഡി AI എനേബിൾഡ് സിസ്റ്റമാണ് ഇരിക്കുന്നകത്ത്. പോർട്ടിനകത്ത് കയറി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമുക്കിപ്പോൾ ഷിപ്പിൽ കിടക്കുന്ന സ്റ്റാറ്റസ് എല്ലാം അവിടെ കൺട്രോൾ റൂമിൽ നമുക്ക് TV കാണാം, വിർച്വൽ സ്ക്രീനിൽ കാണാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ സിസ്റ്റം ഫുള്ളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ IT മേഖലയ്ക്കും ഒരു വലിയൊരു IT മേഖല ഓൾറെഡി വലിയ ഡെവലപ്മെൻ്റ് അതിനകത്തുള്ളത് സാഗർമാലയിൽ. ഇപ്പോൾ ഈ IT മേഖലയിൽ നിൽക്കുന്നവർ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം അത്തരം സാധ്യതകൾ നോക്കുകയാണെങ്കിൽ? വിഴിഞ്ഞം ഇപ്പം പോർട്ടിനും ഷിപ്പിംഗ് കമ്പനി, ലോജിസ്റ്റിക്സ്, അവർക്കെല്ലാം കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർസ് എല്ലാം ആവശ്യമുണ്ട്. അപ്പോൾ അതെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾറെഡി അതിൻ്റെ കോർപ്പറേറ്റ് കമ്പനികളെല്ലാം ഉണ്ട്. പക്ഷേ ഇനിയും ഡെവലപ്മെൻറ്റ് ഒരുപാട് ഇനിയും വരാനുണ്ട് അതിനകത്ത് തന്നെ. IoT ബേസ് ചെയ്ത് എല്ലാം വരാനുണ്ട്, AI ബേസ് ചെയ്തും എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ വിഴിഞ്ഞം ഷിപ്പ് ടു ഷോ കണ്ടെയ്നേഴ്സ് എല്ലാം റിമോട്ട്ലി ഓപ്പറേറ്റഡ് ആണ്. അപ്പം വിഴിഞ്ഞം തുറമുഖം ഡെവലപ്പ് ആകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അത് നമ്മുടെ ഭാവിയിൽ, നമ്മുടെ കേരളത്തിൻ്റെ ഭാവിയെ എത്രത്തോളം അത് മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്? ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ വിഴിഞ്ഞപ്പോൾ ഒരു സ്വപ്നമല്ല, യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് മാക്സിമം ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും ചെയ്തിട്ട് വിഴിഞ്ഞ പോർട്ടിനായിട്ട്, കാരണം പോർട്ട് അവിടെ ഉണ്ട്. കാരണം ഇനി നമ്മൾ ആൾക്കാരാണ് ബിസിനസ് എല്ലാം ചെയ്ത് കാർഗോ ഗേറ്റ് അയച്ച് ഇറക്കേണ്ടത്. എന്നാലാണ് നമ്മുടെ ഈ പോർട്ട് വികസിക്കുക. പോർട്ടിൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്താണ്? എപ്പോഴും കാർഗോൻ്റെ ബേസിക്, നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും പോർട്ടിൻ്റെ ബേസിക് ഫംഗ്ഷൻ കാർഗോ ഗേറ്റ് അയക്കുക, ഇറക്കുക. അപ്പോൾ അതുണ്ടായാൽ മാത്രമേ ഉള്ളൂ പോർട്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമുക്ക് മാക്സിമം ഈ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളിലൂടെയും ബിസിനസ് സംരംഭങ്ങളിലൂടെയും എല്ലാം വളർന്നു കഴിഞ്ഞാലാണ് നമ്മുടെ നാടിന് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. കണ്ടെയ്നേഴ്സ് ആണെങ്കിലും എന്തിനാണെങ്കിലും പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഇത്രയും നേരം വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്ന ശ്രീ ഹരികൃഷ്ണ സാറിന് എല്ലാ നന്ദിയും അറിയിക്കുന്നു.